വയനാട്ടിലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ജില്ലാ ഭരണകൂടവുമായി ചർച്ച ഉടൻ. പുൽപ്പള്ളി പഞ്ചായത്ത് ഹാളിൽ നടക്കുന്ന യോഗത്തിൽ CCFും ജില്ലാ കളക്ടറും പങ്കെടുക്കും. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സാമുദായിക നേതാക്കളും പങ്കെടുക്കും. കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ കുടുംബത്തിന് മതിയായ സഹായം നൽകണം എന്നാവശ്യപ്പെട്ട് മൃതദേഹവുമായി നാട്ടുകാർ കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. രാഹുൽ സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ചർച്ചയ്ക്ക് ഉള്ള സാഹചര്യം ഒരുങ്ങുകയാണോ? തീർച്ചയായിട്ടും വേണു, ഈ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ പുൽപ്പള്ളി പഞ്ചായത്ത് ഓഫീസിൽ വെച്ചായിരിക്കും ഈ ചർച്ച നടക്കുക എന്നാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ജില്ലാ കളക്ടറും CCFും അടക്കമുള്ള ജില്ലാ ഭരണകൂടത്തിന്റെ ആളുകൾ ആ ചർച്ചയിൽ പങ്കെടുക്കും. അതിനു വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ പാർട്ടി നേതാക്കളെല്ലാം തന്നെ അവിടേക്ക് പോയിട്ടുണ്ട്. ഒപ്പം തന്നെ സാമുദായിക രംഗത്തെ ആളുകളും ആ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ ചർച്ചയിൽ അവർ അവതരിപ്പിക്കും. അതിന് കൃത്യമായ മറുപടി, അതിന് കൃത്യമായ ഇടപെടൽ ഉണ്ടാവാത്ത പക്ഷം പ്രതിഷേധം തുടരാനാണ് തീരുമാനം. നിലവിൽ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ പോളിന്റെ മൃതദേഹവുമായുള്ള പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. നിരവധി ആളുകളാണ് ഇവിടേക്ക് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇവിടുത്തെ പ്രദേശവാസികളോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ചേട്ടാ, എന്താണ് ഒരു പുൽപ്പള്ളി നിവാസി എന്ന നിലയിൽ ഇവിടുത്തെ സാഹചര്യത്തെ കുറിച്ച് പറയാനുള്ളത്? ഈ ആക്രമണം നടത്തിയ ആനയെ മയക്കുവെടി വെച്ച് പിടിക്കുക, അതേപോലെ തന്നെ മരിച്ച പോളിന്റെ കുടുംബത്തിന് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുക, വന്യമൃഗശല്യം പരിഹരിക്കുക. തുടരെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആനയുടെ ആക്രമണം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ ഒരു കടുവാക്രമണം കൂടി തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. അപ്പോൾ എന്താണ് ഇവിടെ ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? ഇവിടെ ഒരു ക്ഷീരമേഖലയാണ് പുൽപ്പള്ളി, മുള്ളംകൊല്ലി പഞ്ചായത്തിൽ ക്ഷീരമേഖലയാണ്. ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ സൊസൈറ്റികളുടെ കണക്കെടുത്ത് നോക്കിയാൽ അറിയാം, പാലിന്റെ അളവ് കുറഞ്ഞു. കാരണം എന്താ വെച്ചാൽ പുല്ലരിയാനോ അവർക്ക് ദൈനംദിന ആവശ്യത്തിന് പുറത്തിറങ്ങാൻ പോലും വയ്യാത്തൊരവസ്ഥയാണ് പുൽപ്പള്ളി മുള്ളംകൊല്ലി മേഖല. കുടിയേറ്റ മേഖലയായി ഇവിടെ ഈ പണ്ട് കാരണവന്മാരിവിടെ കാട് വെട്ടിത്തെളിച്ച് വന്ന സമയത്ത് പോലും ഇല്ലാത്ത ഒരു അനുഭവമാണ് ഇന്ന് പുൽപ്പള്ളി മുള്ളംകൊല്ലി മേഖലയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ 56 എന്ന് പറയുന്ന സ്ഥലത്ത്, തൊട്ടടുത്ത ഒരു ഗ്രാമപ്രദേശമാണ്, ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ ഇന്ന് രാവിലെയാണ് ഒരു പശുവിനെ കൊന്ന് അതിന്റെ തല കടുവ ഭക്ഷിച്ചിട്ട് പോയത്. ഈ ഭരണാധികാരികളുടെ ഈ അനാസ്ഥ, അതിന്റെ ഒരു ഒറ്റ കാരണമാണ് മാനന്തവാടിയിലെ ആനയുടെ പുറകെ നിങ്ങളടക്കമുള്ള ചാനലുകൾ ഇന്നും 6-7 ദിവസമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. പുൽപ്പള്ളി പഞ്ചായത്തിൽ നമുക്കൊരു തുറന്ന കാഴ്ചബംഗ്ലാവായിക്കൊണ്ട് ഗവൺമെന്റ് പ്രഖ്യാപിക്കണം എന്നാണ്. ഇതിലും നല്ല അതാണ്. കാരണം അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ആലോചിച്ചാൽ മതിയല്ലോ. പക്ഷേ ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും കഴിയുന്നില്ല. ഈ ജനങ്ങൾക്ക് ഇനി ജീവിക്കാൻ ഒരു കാരണവശാലും ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം മാറ്റിയെടുക്കേണ്ടത് വയനാട് ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഇടപെട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ ഇറങ്ങുന്ന നരഭോജി കടുവകളെയും ഈ ആളെ കൊല്ലി ആനകളെയും മറ്റ് വന്യമൃഗങ്ങളെയും, ജനങ്ങൾക്ക് ഭീഷണി ഉണ്ടാകുന്ന വന്യമൃഗങ്ങളെയും വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടണമെന്നാണ് ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ളത്. വേണു, പുൽപ്പള്ളി നഗരത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ദൃശ്യങ്ങളിലേക്ക് പോകുന്ന പോലെ തന്നെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആളുകൾ കക്ഷി രാഷ്ട്രീയം നോക്കാതെ, ജാതി മതം നോക്കാതെ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായി ഇവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മറ്റൊരു വാർത്ത കൂടി വരുന്നത്. പുൽപ്പള്ളിയിൽ നിന്നും ഏതാണ്ട് 3 കിലോമീറ്റർ മാത്രം അകലെയുള്ള 56 എന്ന സ്ഥലത്ത് കടുവ പശുവിനെ കൊന്നതായുള്ള വാർത്ത പുറത്തു വരുന്നത്. വാഴയിൽ ബേബിയുടെ പശുവിനെയാണ് കൊന്നിട്ടുള്ളത്. ഇന്ന് രാവിലെയായിരുന്നു വീടിന്റെ മുറ്റത്ത് കെട്ടിയിട്ടിരിക്കുകയായിരുന്ന ഈ പശുവിനെ കടുവ പകുതി ഭക്ഷിച്ചു പോയത്. അത്തരത്തിലുള്ള വാർത്തകൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്താണെങ്കിലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ സമയത്തും തുടരുന്നു. അതോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടം വിളിച്ച ചർച്ചയും മറുഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചയിൽ തീരുമാനമാകാത്ത പക്ഷം പ്രതിഷേധം വൈകിട്ട് വരെ തുടരും. എപ്പോൾ തീരുമാനമാകുന്നോ അതുവരെ പ്രതിഷേധം തുടരാനാണ് നിലവിലെ തീരുമാനം. വേണു, രാഹുൽ സുരേഷാണ് വിവരങ്ങളുമായി ചേർന്നത് പുൽപ്പള്ളിയിൽ നിന്ന്.